ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ധനുഷ്കോടിയിലോട്ടാണ്. ദ ഗോസ്റ്റ് ടൗൺ എന്നൊക്കെയാണ് ധനുഷ്കോടിയെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നതെങ്കിലും 1964 ഡിസംബർ 22 മുന്നേ വരെ അത് അങ്ങനെയായിരുന്നില്ല. അപ്പോൾ ധനുഷ്കോടിയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് പാമ്പൻ പാലത്ത് നിന്നാണ്. 1800കളുടെ അവസാനത്തിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്നും രാമേശ്വരത്ത് നിന്നുമൊക്കെ ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഈ ബോട്ടിലാണ് അവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള തൊഴിലാളികൾ അവിടെ എത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ച യാത്രയാണ്. ആ യാത്ര തുടങ്ങിയാൽ നമ്മൾ അവിടെ ചെന്ന് എത്തുമോ എന്നൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഒരുപാട് ബോട്ട് അപകടങ്ങൾ ഉണ്ടാകുകയും ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു, അവിടത്തോട്ട് ജോലിക്ക് പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷേ ഈ ബോട്ട് യാത്ര ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നതുകൊണ്ട് തന്നെ സമയത്തിന് ആ തേയില നുള്ളാൻ പറ്റാതെ എസ്റ്റേറ്റ് ഉടമകൾക്കൊക്കെ ഒരുപാട് നഷ്ടം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് നേരെ ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലോട്ടൊരു പാത എന്നൊരു അഭിപ്രായം പറഞ്ഞത്. 1911 ഓഗസ്റ്റിലാണ് പാമ്പൻ പാലത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ലണ്ടനിലെ പാർട്സുകൾ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. ഈ വിഷ്വൽസിൽ ഹൈറ്റ് കുറഞ്ഞ് കാണുന്നതാണ് പഴയ പാമ്പൻ പാലം. അതിൻ്റെ ആ രണ്ട് സൈഡിലുള്ളതും കപ്പൽ വരാൻ നേരത്ത് പൊങ്ങിക്കൊടുക്കുമായിരുന്നു, ഒരു വി ഷേപ്പിലോട്ട് പൊങ്ങിക്കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ പാലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ്. അത് ഈ കപ്പൽ കടന്നു പോകുന്ന സമയത്ത് നേരെ മുകളിലോട്ട് പൊങ്ങിയിട്ട് പിന്നെ അത് ലെവലായിട്ട് താഴെ വന്നിരിക്കും. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാമ്പൻ ദ്വീപിനെ ഇന്ത്യയിലെ മെയിൻലാൻഡ് ആയിട്ടുള്ള മണ്ഡപത്തിലോട്ട് കണക്ട് ചെയ്യുന്ന പാലമാണ് പാമ്പൻ പാലം എന്ന് പറയുന്നത്. രാമേശ്വരത്ത് നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ധനുഷ്കോടിയിലെത്തും. അവിടെ നിന്ന് 4 കിലോമീറ്റർ കൂടെയുണ്ട് അരിച്ചൽ മുനൈ എന്ന് പറയുന്ന ഇന്ത്യയുടെ ലാസ്റ്റ് ലാൻഡിലെത്താൻ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്നത് കാണാൻ പറ്റും. കുറച്ച് മുന്നേ വരെ, അതായത് 2017 വരെ ഈ കാണുന്ന പോലത്തെ റോഡൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സൈഡിൽ കാണുന്ന പോലത്തെ മണൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജീപ്പും ഈ ടെമ്പോ ട്രാവലർ പോലത്തെ വലിയ വണ്ടികളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. 2017 ഈ ഒരു റോഡ് ഓപ്പൺ ആയത്. അതിനുശേഷമാണ് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത്. നമ്മുടെ സൈഡിലൊക്കെ തരിശു ഭൂമിയാണ്, പക്ഷേ ഒരു കാലത്ത് ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല. ആൾ താമസമുള്ള സ്ഥലം തന്നെയായിരുന്നു. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഈ റോഡിൻ്റെ വീതി കുറഞ്ഞു കുറഞ്ഞു വരും. ഈ രണ്ട് സൈഡിലും നമുക്ക് കടൽ കാണാൻ പറ്റുന്ന രീതിയിലാവും. അപ്പോൾ നമ്മുടെ കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. പാമ്പൻ പാലത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ആദ്യത്തെ പാമ്പൻ പാലം ധനുഷ്കോടി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ ധനുഷ്കോടി വരെ ട്രെയിനിൽ വരും. അവിടുന്ന് ആവിക്കപ്പലുണ്ട്, ഫെറി എന്നാണ് പറയുന്നത്. അത് ശ്രീലങ്കയിലുള്ള തലൈമന്നാർ എന്ന് പറയുന്ന സ്ഥലം വരെ എത്തും. തലൈമന്നാറിൽ നിന്ന് പിന്നെ ട്രെയിൻ വഴി കൊളംബോയിലെത്തും. അങ്ങനെ ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഈസിയായി. അങ്ങനെ ധനുഷ്കോടി എന്ന് പറയുന്നത് ഒരു ടൗൺ ആയിട്ട് മാറി. ഇവിടെ മുന്നേ റെയിൽവേ സ്റ്റേഷനും ക്രിസ്ത്യൻ ചർച്ചും ഹോസ്പിറ്റലും പ്രൈമറി സ്കൂളും കസ്റ്റംസ് ഓഫീസും പോസ്റ്റ് ഓഫീസും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലം. ഒറ്റ രാത്രി കൊണ്ടാണ് ഗോസ്റ്റ് ടൗൺ അല്ലെങ്കിൽ ഒരു പ്രേതാലയമായി മാറിയത്. 1914 ഫെബ്രുവരി 24 തൊട്ട് 1964 ഡിസംബർ 22 വരെ ധനുഷ്കോടിയിലേക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇൻഡോ സിലോൺ എക്സ്പ്രസ് എന്നാണ് ആ ഒരു ട്രെയിനിനെ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ബോട്ട് മെയിൽ എന്നും പറയാറുണ്ട്. ലാസ്റ്റ് ബോട്ട് മെയിൽ 1964 ഡിസംബർ 22 രാത്രി 11:55 പാമ്പൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ പിന്നീട് ആ ട്രെയിനിനെ കാണുന്നത് 3 ദിവസം കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ടുള്ള നിലയിലായിരുന്നു. ആ അവസാന ട്രെയിനിൽ ആകെ മൊത്തം 115 പേരാണ് ഉണ്ടായിരുന്നത്. ശ്രീലങ്കയിലേക്ക് പോകുന്ന തേയിലത്തൊഴിലാളികളും ട്രെയിനിലെ ഉദ്യോഗസ്ഥരും പിന്നെ ധനുഷ്കോടിയിലോട്ട് ടൂർ വന്ന കുറച്ച് കുട്ടികളും. 1964 ഡിസംബർ 22 രാമേശ്വരം സൈക്ലോൺ തകർത്തെറിഞ്ഞത് ഈ ട്രെയിനിനെ മാത്രമല്ല, ഒരു ടൗണിനെ തന്നെയായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന 1800-ലധികം ആൾക്കാർ, അവരുടെ വീടുകൾ, കസ്റ്റംസ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, സ്കൂള്, പള്ളികൾ, അങ്ങനെയെല്ലാം ആ രാക്ഷസ തിരകളാൽ തകർത്തെറിയപ്പെട്ടു. ഇന്ന് ഈ ടൗണ് വാസയോഗ്യമായിട്ടുള്ളൊരു സ്ഥലമല്ല. ആകെ അവശേഷിക്കുന്നത് അന്നത്തെ ആ ഒരു വലിയ ടൗണിൻ്റെ അസ്ഥികൂടം മാത്രമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഒരു സ്ഥലത്തിനെ ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. ഈ കാണുന്നത് പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടമാണെന്നാണ് പറയുന്നത്. അതിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തന്നെ ബിൽഡിങ്ങുകളാണ്. നമുക്ക് ഏതൊക്കെയാണെന്നൊന്നും അതിൽ അടയാളപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഡ്രെയിനേജിൻ്റെ ഭാഗമായിരുന്നു എന്നാണ്
ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഇത്രയധികം പുല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ കെട്ടിടങ്ങളെയും ഈ ചെടി വന്ന് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് പോയി കാണാനൊന്നും പറ്റുന്നില്ല. ഇത് മേ ബി ഏതെങ്കിലും വാട്ടർ ടാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ തൂണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ ചിലപ്പോൾ റെയിൽവേ ക്വാർട്ടേഴ്സോ അങ്ങനെയൊക്കെ ആയിരുന്നതായിരിക്കും. ഇതിനകത്തോട്ട് ഒരുപാട് ബിൽഡിംഗ് ഉണ്ട്. ഞാൻ കുറേ ദൂരം നടന്നൊക്കെ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നും. ഈ ബിൽഡിങ്ങുകളിലൊക്കെ ചിലപ്പോൾ അന്ന് ഒരുപാട് പേര് ഉറങ്ങിക്കിടന്നിട്ടുണ്ടാവും. അവരൊക്കെ ആ ഉറക്കത്തിൽ തന്നെ ഇല്ലാതെയായി എന്നുള്ളതാണ്. ഒറ്റൊരു രാത്രി കൊണ്ട് ഒരു വലിയ ടൗണ് ഇല്ലാതാവുക, അത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലും അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ബിൽഡിങ്സ് വീഴാറായിട്ടുണ്ട്. ചിലതൊക്കെ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ പാർട്സൊക്കെ അടർന്നടന്ന് പോയിട്ടുണ്ട്. ഈ ഒരു ചർച്ചിൻ്റെ മുൻഭാഗവും അൾത്താരയുടെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ബാക്കി ഭാഗമൊക്കെ അന്നത്തെ ആ ചുഴലിക്കാറ്റിൽ പൊളിഞ്ഞു പോയതാണ്. കുറേ ഭാഗങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് പോവുകയും ചെയ്തു. മുന്നേ ഒന്നും ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു സംരക്ഷണ വേലി ഉണ്ടായിരുന്നില്ല. ആൾക്കാരിങ്ങനെ തൊട്ട് വന്ന് ചീത്താവാൻ തുടങ്ങിയപ്പോഴായിരിക്കും ഇങ്ങനെ ചുറ്റും ഒരു വേലി കെട്ടി സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മളത് സൂം ചെയ്ത് നോക്കുമ്പോൾ കല്ലുകൊണ്ട് മാത്രമല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിലുള്ള കോറലുണ്ടല്ലോ, നമ്മുടെ പവിഴപ്പുറ്റ്, അതുകൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും ധനുഷ്കോടിയിൽ ഇങ്ങനെ പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഒരുപാടുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടെ സ്ഥിരതാമസമായിട്ട് ആൾക്കാരൊന്നും ഇല്ല. ഇങ്ങനെ ടെമ്പററി ആയിട്ട് കടലിൽ നിന്ന് കിട്ടുന്ന ശംഖും അതുകൊണ്ടുണ്ടാക്കിയ കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ആൾക്കാരും, ഇങ്ങനെ റോഡിൻ്റെ 2 സൈഡിലും കുടിലുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഫ്രൈ ചെയ്ത് തരുന്ന ഒരുപാട് ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ ഇവരുടെ ജീവിതമാർഗ്ഗമാണ്. അവരൊന്നും ഇവിടെ താമസിക്കുന്നവരാവാൻ സാധ്യതയില്ല. ഇങ്ങോട്ട് സിഗ്നൽ കിട്ടാറില്ല, കറണ്ടില്ല, അങ്ങനെയുള്ളൊരു സ്ഥലമായിട്ട് മാറി. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ ഹോട്ടലുകളൊക്കെ അടയ്ക്കും. പിന്നെ ഇങ്ങോട്ട് ആരും വരാറില്ല. 6 മണി വരെ മാത്രമേ ഈ ഒരു സ്ഥലം ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ആയിട്ടുള്ളൂ. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് കടൽ ഇത്ര ഇറങ്ങി കിടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ റോഡിൻ്റെ തൊട്ടടുത്ത് വരെ കടൽ കയറി വരും മഴക്കാലമൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലൊരു എന്തോ ഒരു വിഷമം ഫീലാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇവിടെ വന്ന് ധനുഷ്കോടിയൊക്കെ വന്ന് കണ്ടിരിക്കണം. പിന്നെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാനീ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും എൻ്റെ കൂടെ ധനുഷ്കോടി കാണാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.